ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ക്യാരറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര ടേസ്റ്റുള്ള, കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ക്യാരറ്റ് ഡിലൈറ്റ്. എന്നാൽ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കടന്നാലോ? ഇവിടെ ഇതിനായിട്ട് ഒരു 500 ഗ്രാം ക്യാരറ്റ് നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവയെല്ലാം ഈ കാണുന്നത് പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലേക്കിട്ട് ഒപ്പം 200 ml വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്കിട്ട് ഒരു 2 വിസിൽ. അപ്പോഴേക്കും ക്യാരറ്റ് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ശേഷം ഇതിലെ ആ ഒരു പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ക്യാരറ്റെല്ലാം നല്ല ഭംഗിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ആ ഒരു ക്യാരറ്റും വെള്ളവും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാം. ശേഷം ഇങ്ങനെ എടുത്തു വെച്ച ക്യാരറ്റിലെ ചൂട് പൂർണ്ണമായും മാറി വരുമ്പോഴേക്കും നമുക്കിതൊരു ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരച്ചെടുത്ത ക്യാരറ്റെല്ലാം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം അടുത്തതായി നമുക്കിതിലേക്ക് നേരത്തെ ക്യാരറ്റ് വേവിച്ചെടുത്തതിന് ശേഷം ബാക്കി വന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ, അതുകൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കാണുന്നത് പോലെ ഒരല്പം ലൂസായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചേർത്തിളക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കോൺഫ്ലോറിൻ്റെ ആ ഒരു തരികളൊന്നും അവശേഷിപ്പിക്കാത്ത തരത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്തും ബാറ്റർ ഒരല്പം ലൂസായി തന്നെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ഡിലൈറ്റ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത്, ഇതൊരു നോൺ സ്റ്റിക്ക് കടായിയിലേക്ക് ഒഴിച്ച് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം തുടരെ ഇളക്കി കൊടുക്കുകയാണ്. അതായത് ഈ ചേർത്ത് കൊടുത്ത ക്യാരറ്റിലെ ജലാംശം ചെറിയ തോതിലൊന്ന് വറ്റി കുറുകി വരുന്നത് വരെ വേണം ഇളക്കി കൊടുക്കാൻ. ഇവിടെ ഇപ്പോൾ ക്യാരറ്റെല്ലാം അത്യാവശ്യം കുറുകി തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് നമുക്ക് 8 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിളക്കാം. പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്ത പഞ്ചസാരയും നന്നായിട്ട് തന്നെ അലിഞ്ഞ് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇടവിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം വീണ്ടും തുടരെ ഇളക്കി കൊടുക്കുക. ക്യാരറ്റ് നന്നായിട്ട് കുറുകി പാത്രത്തിൽ നിന്ന് വിട്ടുവരാൻ എത്രത്തോളം നെയ്യ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി വേണം ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ. ഇവിടെ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളം തന്നെ മതിയാവും നമുക്ക് ഈ സ്വീറ്റ് കറക്റ്റ് പരുവത്തിന് തയ്യാറാക്കിയെടുക്കാൻ. അങ്ങനെ കുറച്ചധികം മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ആ ഒരു ക്യാരറ്റ് കറക്റ്റ് പാകം എത്തിയിട്ടുണ്ട്. ഇതുപോലെ പൂർണ്ണമായും പാത്രത്തിൽ നിന്ന് വിട്ട് ഉരുണ്ട് വരത്തക്ക രീതിയിൽ വേണം നമ്മുടെ ആ ഒരു ക്യാരറ്റ് വഴറ്റി അല്ലെങ്കിൽ കുറുക്കി എടുക്കാൻ. ശേഷം നമുക്കിതൊരു നെയ്യ് തടവിയ ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നെയ്യ് തടവിയ സ്പൂൺ ഉപയോഗിച്ച് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുക. കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. ഇതിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം മാത്രമേ ഇത് കറക്റ്റ് നല്ല സെറ്റായി കിട്ടുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ സെറ്റായി കിട്ടാൻ കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും എടുത്തേക്കാം. ഇവിടെ നമ്മൾ സമയക്കുറവ് മൂലം അരമണിക്കൂർ കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ഓരോ പീസും കുറച്ച് തേങ്ങാപ്പൊടിയിലേക്കിട്ട് കോട്ട് ചെയ്തെടുക്കുക. തേങ്ങാപ്പൊടി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് തേങ്ങ മിക്സിയിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തത്, അതാണ്. ഇനി അതിന് പകരമായി കുറച്ച് ഷുഗർ പൗഡർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതുപോലെ ഇത് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ ഉപയോഗിക്കുക. ക്യാരറ്റ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആ ഒരു ക്യാരറ്റ് ഡിലൈറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ നിർത്തട്ടെ. തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.